ഇത് നമ്മുടെ എൽഫിൻ്റെ ഒരു ജെല്ലി പോപ്പാണ്. ഇതിട്ട് കാണിക്കാനായിട്ട് മുന്നേ ഇത് വാങ്ങാണ്ടായ സാഹചര്യത്തെ പറ്റി എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. നമ്മുടെ സൂപ്പർ ഡ്രഗിന് ഒരു 2 ഡേയ്സ് മുന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. 2 ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞ് ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ ബില്ലടിക്കാൻ പോകുന്നിടത്ത് ഇങ്ങനെ അപ്പുറത്ത് നമുക്ക് നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ ഗ്രേറ്റ് വാല്യൂസിൻ്റെ ഒരു സൈഡ് ഉണ്ടായിരുന്നു, ഗ്രേറ്റ് വാല്യൂ. അപ്പോൾ ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ ഒന്ന് ബ്രൗസ് ചെയ്തേ. അപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്. വെറും 2.5 പൗണ്ട്. എനിക്കിതിൻ്റെ ആക്ച്വൽ പ്രൈസ് അറിയില്ലെങ്കിലും ഏകദേശം എന്തായാലും ഒരു 6-7 പൗണ്ട് കുറഞ്ഞത് ഇതിന് വരുന്നത് എനിക്കറിയാം. അപ്പോൾ ഇത് 2.5 പൗണ്ടിന് വെച്ചേക്കണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മേ കൊള്ളാലോ. തന്നെ ഞാനിത് എടുത്ത് അവിടെ പോയി ബില്ലടിച്ചപ്പോൾ 8 പൗണ്ട് എന്നാണ് അടിച്ചത്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ ഗ്രേറ്റ് വാല്യൂൻ്റെ അവിടെ ഞാൻ ഒന്നും കൂടി നോക്കി. ഇത് 2.5 പൗണ്ട് തന്നെയല്ലേ എഴുതിയേക്കണേ, ഇനി എനിക്ക് തെറ്റ് പറ്റിയതാണോ അങ്ങനെ. അപ്പോൾ ഇത് 2.5 പൗണ്ട് തന്നെ എഴുതിയേക്കണേ. പണ്ടത്തെ ഞാൻ ഇതെങ്ങനെ മിണ്ടാണ്ട് പോരുമായിരുന്നു. എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു. കണ്ടോ ഇത് 2.5 പൗണ്ടാണ് ഇവിടെ ഇട്ടേക്കണേ, എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് 8 പൗണ്ട് അടിച്ചതെന്ന്. അപ്പോൾ ആ കൊച്ചിനെ വെച്ചിട്ട് പറഞ്ഞു, ഓ ഇത് ഇതിൻ്റെ അല്ല, ഇത് മൂവാന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡിൻ്റെയാ. കണ്ടോ അത് കുക്കറാട്ടി അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വളരെ ചെറിയ അക്ഷരത്തിൽ. പക്ഷെ ആ ബ്രാൻഡ് അവിടെ ഒന്നും കാണുന്നില്ല. അതായത് ഈ ഗ്രേറ്റ് വാല്യൂ സെക്ഷനിൽ വെച്ചോടത്തൊന്നും ഈ സാധനം ഇരിക്കണില്ല. ഇവിടെ ചേഞ്ച് ചെയ്തത് ആരാണോ ആള് മാറ്റേണ്ടതായിരുന്നു, ആള് മാറ്റിയില്ല, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നിങ്ങളിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളിത് മാറ്റണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താണെങ്കിൽ ഒരു ഓഫറും ഇല്ലാത്ത പ്രൊഡക്റ്റ് എന്തിനാണ് ഈ ഗ്രേറ്റ് വാല്യൂ സെക്ഷനിൽ കൊണ്ട് വെച്ചേക്കണേന്നാണ്. ഒരു ഓഫറും ഇല്ല ഇതിന്. 8 പൗണ്ടാണ് ഇതിന്. ആ 8 പൗണ്ട് അവർ ഫുള്ളി ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത് ഗ്രേറ്റ് വാല്യൂ സെക്ഷനിൽ കൊണ്ട് വെച്ചേക്കണേന്ന് എനിക്കറിയില്ല. എനിക്ക് ടു ബി ഹോണസ്റ്റ് പറയാൻ വെച്ചാൽ ഇതൊരു സ്കാം പോലെയാണ് ഫീൽ ചെയ്തത്. അവിടെ ഇതൊരെണ്ണം മാത്രമായിട്ടല്ലേ ഇരുന്നായിരുന്നത്, ഇതിൻ്റെ ഒരു ബഞ്ച് ഉണ്ടായിരുന്നു. എനിവേ ഞാൻ ഇത് റിട്ടേൺ റീഫണ്ട് ഒന്നും ചെയ്തില്ല, ഞാൻ പിന്നെ സ്നേഹിച്ച് പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞതല്ലേ, പറഞ്ഞ സ്ഥിതിക്ക്. വാട്ടർമെലൺ ഫ്ലേവറാണ്. നല്ല സ്മെല്ലുണ്ട്. എനിക്ക് ഇങ്ങനെ സ്മെല്ലൊക്കെ ഉള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം. പിന്നെ ക്യൂട്ട് പാക്കേജിങ് ഒക്കെ ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് പറയട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.